ആരോഗ്യ പരിപാലന രംഗത്ത് ഡോക്ടേഴ്സിൻ്റെ ഒപ്പം തന്നെ സുത്യർഹമായ സേവനം അനുഷ്ഠിക്കുന്നവരാണ് പാരാമെഡിക്കൽ പ്രൊഫഷണലുകൾ. അത്തരത്തിൽ പാരാമെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് ഏറെ പ്രശസ്തമായ ഒരു സ്ഥാപനത്തെയാണ് ലൈവ് ടി വിയുടെ എൻറ്റയർ മീഡിയ ടീം ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിലൂടെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ കോട്ടയം ജില്ലയിലെ ആണ്ടൂർ മരങ്ങാട്ടുപള്ളി പാലായിൽ പ്രവർത്തിക്കുന്ന ഭാരത് കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ്. അപ്പോൾ ഇവിടുത്തെ കോഴ്സുകളെക്കുറിച്ചും പഠന രീതികളെക്കുറിച്ചും ജോലി സാധ്യതകളെക്കുറിച്ചും ഒക്കെ അറിയണ്ടേ? കമാൺ. കേരളത്തിൽ പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കുന്നതിന് ഏറെ പ്രശസ്തമായ ഞങ്ങളുടെ ഭാരത് കോളേജ് ഓഫ് പാരാമെഡിക്കൽസിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാരത് കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറും പ്രിൻസിപ്പളുമായ രാജ്മോഹൻ നായർ മുണ്ടമറ്റം, അദ്ദേഹമാണ് എന്നോടൊപ്പം ഉള്ളത്. പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം. ശരിക്കും സാറേ, ഈ പാരാമെഡിക്കൽ കോഴ്സ് അല്ലെങ്കിൽ ഭാരത് കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് എന്ന സ്ഥാപനം താങ്കളുടെ മനസ്സിലേക്ക് എങ്ങനെയാണ് ഈ ആശയം വന്നത്? ഇതിൻ്റെ തുടക്കത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഞങ്ങളുടെ സ്ഥാപനം തുടങ്ങിയത് 1970-ലാണ്. 70-ൽ ഞങ്ങൾ ഒരു ഡയഗ്നോസ്റ്റിക് സെൻറ്റർ മാത്രമായിട്ടാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിൽ ഇങ്ങനെയൊരു ചിന്തയുണ്ടായി. ഞാൻ പഠിച്ചത് കുറേ പേരെ പഠിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കും. കുറേ പേർക്ക് പഠിക്കാൻ അവസരം കിട്ടും, ജോലിക്ക് അവസരം കിട്ടും, ഞങ്ങളുടെ വരുമാനത്തിലൊരു വർധന ഉണ്ടാകും. ഇതൊക്കെ കൂടി ആലോചിച്ചിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ലബോറട്ടറി ടെക്നോളജി എന്ന കോഴ്സാണ്. അന്നൊക്കെ ലബോറട്ടറി ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ വേക്കൻ്റായ ഒരൊറ്റ കുട്ടി പോലും നിൽക്കാറില്ല. കാരണം അന്ന് ഹോസ്പിറ്റലുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടം ആയിരുന്നു. അന്ന് പാരാമെഡിക്കൽ സ്റ്റാഫ്, നഴ്സസ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞാൽ മറ്റ് വിഭാഗങ്ങളിൽ ആളെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ കാലത്താണ് ഞങ്ങൾ ലബോറട്ടറി ടെക്നോളജി എന്ന കോഴ്സ് ആരംഭിച്ചത്. ഞങ്ങളുടെ പ്രഥമ ബാച്ച് തുടങ്ങിയത് 1971-ലാണ്. അന്ന് 15 കുട്ടികൾ മാത്രമാണ് ഒരു ബാച്ചിൽ ഉണ്ടായിരുന്നത്. 2 വർഷത്തെ കോഴ്സായിരുന്നു. ആ 15 കുട്ടികളുമായി ആരംഭിച്ചു. അടുത്ത വർഷം രണ്ടാമത്തെ ബാച്ച് ആരംഭിച്ചു. ആ വർഷം ഏതാണ്ട് 35-36 കുട്ടികൾ രണ്ടാമത്തെ ബാച്ചിൽ ഉണ്ടായിരുന്നു. 2 വർഷമായപ്പോഴത്തേക്കും ആദ്യത്തെ ബാച്ച് 15 കുട്ടികൾ പുറത്തിറങ്ങി. അവർക്ക് മാസങ്ങൾക്കകം തന്നെ ഓരോ പ്രശസ്തമായ ഹോസ്പിറ്റലുകളിൽ ജോലി കിട്ടി. ഏതാനും പേർ കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി. അവരെല്ലാവർക്കും നല്ല ജോലിയൊക്കെ കിട്ടി. അവരെല്ലാവരും രക്ഷപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം അനുഭവപ്പെടുന്നുണ്ട്. തുടർന്ന് ഓരോ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ബാച്ചിൽ ഈ 35 എന്നുള്ളത് പോയിട്ട് 50, 55, 60 കുട്ടികൾ ഓരോ വർഷവും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏതാനും വർഷങ്ങൾ ഞങ്ങൾ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി എന്ന കോഴ്സ് മാത്രം ആരംഭിച്ചു. അതിന് ശേഷം ഏതാണ്ട് 76 ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ ലബോറട്ടറിയോട് ചേർന്ന് തന്നെ ഒരു എക്സ്റേ ക്ലിനിക്ക് ആരംഭിച്ചു. ആ എക്സ്റേ ക്ലിനിക്ക് ആരംഭിച്ചപ്പോൾ പാലായിലെങ്ങും ഒരു എക്സ്റേ ക്ലിനിക്ക് ഉണ്ടായിരുന്നില്ല. ചില ഹോസ്പിറ്റലുകളിൽ എക്സ്റേ എടുക്കേണ്ട സംവിധാനം ഉണ്ടായിരുന്നു, പക്ഷേ സ്വതന്ത്രമായ ഒരു എക്സ്റേ ക്ലിനിക്ക് പാലായിലുണ്ടായിരുന്നില്ല. അങ്ങനെ 76-ൽ ഞങ്ങളൊരു നല്ല മെഷീനൊക്കെ എടുത്ത് ഒരു എക്സ്റേ ടെക്നീഷ്യനൊക്കെ എടുത്ത് എക്സ്റേ ക്ലിനിക്ക് ആരംഭിച്ചു. ഇതുപോലെ മേൽ പറഞ്ഞതുപോലെ തന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് എക്സ്റേ ടെക്നീഷ്യൻ കോഴ്സ് ആരംഭിക്കാൻ ഒരു പ്രേരണയുണ്ടായി. ഞങ്ങൾ എക്സ്റേ ടെക്നീഷ്യൻ കോഴ്സ് ആരംഭിച്ചു. ആ വർഷം ഏതാണ്ട് 20ഓളം കുട്ടികൾ പഠിക്കാൻ വന്നു. അതിൽ ഭൂരിപക്ഷവും ആൺകുട്ടികളായിരുന്നു. അതും 2 വർഷത്തെ കോഴ്സായിരുന്നു. ആ 2 വർഷം കഴിഞ്ഞു. അവർ പഠിച്ചിറങ്ങി. അവരെല്ലാം ഓരോ നല്ല സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറി. ഏതാനും പേര്, പ്രത്യേകിച്ച് ആൺകുട്ടികൾ, അവർ ഡൽഹിയും ബാംഗ്ലൂരും ബോംബെയും കൽക്കട്ടയും കോയമ്പത്തൂരും ഒക്കെ ആയിട്ട് വിവിധ സ്ഥലങ്ങളിൽ ചെന്ന്
ജോലിക്ക് കയറുകയുണ്ടായി. വീണ്ടും ഓരോ വർഷവും എക്സ്റേ ടെക്നീഷ്യൻ കോഴ്സ് ആരംഭിച്ചപ്പോൾ അവിടെയും ഓരോ ബാച്ചുകളിൽ 40-50 കുട്ടികൾ വീതം വരുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ ഏതാണ്ട് ഒരു 15-20 വർഷത്തോളം ഞങ്ങളുടെ എക്സ്റേ ടെക്നീഷ്യൻ കോഴ്സും ലബോറട്ടറി ടെക്നീഷ്യൻ കോഴ്സും മാത്രമാണ് കൊണ്ടുപോയിരുന്നത്. തുടർന്ന് ഏതാണ്ട് 1980 കാലഘട്ടമായപ്പോഴേക്കും ഞങ്ങളുടെ കോഴ്സുകളൊന്ന് വിപുലീകരിക്കണമെന്ന് തോന്നി. കെട്ടിട സൗകര്യങ്ങളൊക്കെ അല്പം കൊണ്ട് മേജറാക്കി പണി തീർത്തു. അതിനുശേഷം ഞങ്ങൾ ഈ രംഗത്ത് വളരെ ശ്രദ്ധേയമായ മറ്റു പാരാമെഡിക്കൽ കോഴ്സുകൾ കൂടി ആരംഭിച്ചു. അതിനകത്ത് സ്റ്റെറിലൈസേഷൻ ടെക്നോളജി എന്നൊരു കോഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ കാർഡിയോ വാസ്കുലർ ടെക്നോളജി എന്നൊരു കോഴ്സ് ഉണ്ടായിരുന്നു. അനസ്തേഷ്യ ടെക്നീഷ്യൻ കോഴ്സുണ്ട്. ഈ കോഴ്സുകളൊക്കെ കേരളത്തിൽ അന്ന് ഞങ്ങളിൽ മാത്രമുണ്ടായിരുന്ന കോഴ്സുകളാണ്. ഇത്തരം കോഴ്സുകൾ, ഇത്തരം സ്പെഷ്യാലിറ്റി കോഴ്സുകൾ നടത്തുന്ന മറ്റൊരു സ്ഥാപനവും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളൊരു മോണോപോളി പോലെ കുറേ വർഷങ്ങളോളം ആ കോഴ്സുകളുടെ എല്ലാം തുടക്കം കുറിച്ചത് ഞങ്ങളാണ്. അതുപോലെ കേരളം മുഴുവൻ ഏത് പാരാമെഡിക്കൽ കോഴ്സ് പഠിക്കണമെങ്കിലും പാലായിലേക്ക് പോയാൽ മതി എന്ന ഒരവസ്ഥയുണ്ടായി. തുടർന്നുള്ള വർഷങ്ങളിൽ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും മാത്രമല്ല ലക്ഷദ്വീപിൽ നിന്നും ആൻഡമാൻസിൽ നിന്നും വരെ ഞങ്ങൾക്ക് കുട്ടികൾ വന്നു തുടങ്ങി. അങ്ങനെ പിന്നെ വന്നപ്പോൾ ഓരോ വർഷവും ഏതാണ്ട് 150-200 കുട്ടികൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ എല്ലാ വർഷവും ഉണ്ട്. അതിലൊക്കെ വളരെ പ്രശസ്തരായ ടീച്ചേഴ്സ് ഞങ്ങളുടെ ഭാഗത്തുണ്ട്. ഞങ്ങൾ ആ കാലഘട്ടങ്ങളിൽ തുടങ്ങിയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ടീച്ചേഴ്സിനെ വരെ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. എല്ലാ കോഴ്സിൻ്റെ വിഭാഗങ്ങളിലും ഡിഗ്രിയും PG ഡിഗ്രിയും ഒക്കെയുള്ള ടീച്ചേഴ്സാണ് ഞങ്ങൾക്കുള്ളത്. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും, കേരളത്തിൽ എല്ലാ ഭാഗത്തും തന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾ നടത്തുന്ന അനവധി സ്ഥാപനമുണ്ട്. പക്ഷേ ഞങ്ങളുടെ അത്രയും മുതൽ മുടക്കുള്ള സ്വന്തമായി മേലക്കരയിലുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കെട്ടിടവും സ്ഥലവും ലബോറട്ടറിയും പ്രാക്ടിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സും ലൈബ്രറിയും ഇങ്ങനെയെല്ലാം ഉള്ള സ്വന്തമായിട്ടുള്ള ഒരു സ്ഥാപനം എന്ന് പറയുന്നത് കേരളത്തിൽ ഞങ്ങൾക്ക് മാത്രമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത. അതുപോലെ എല്ലാ കോഴ്സും നടന്ന സ്ഥാപനവും ഞങ്ങളുടെ സ്ഥാപനം മാത്രമാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ സ്ഥാപനം ഇപ്പോഴും സുഗമമായി ആകർഷകമായി നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്നത്. ഞങ്ങളുടെ കോഴ്സിൽ പഠിച്ച വിദ്യാർത്ഥികൾ ഇല്ലാത്ത ഒരു സംസ്ഥാനവും ഇന്ത്യയിലില്ല. ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും പ്രശസ്തമായ ഹോസ്പിറ്റലുകളിൽ എല്ലാം ഞങ്ങളുടെ ഓരോ കോഴ്സുകൾ പഠിച്ച കുട്ടികൾ ജോലിയിലുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ കോഴ്സുകൾ പഠിച്ചവരിൽ ഏതാണ്ട് 30% എങ്കിലും വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വലിയ നേട്ടങ്ങൾ ഞങ്ങളുടെ സ്ഥാപനത്തിന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നതും ഞങ്ങളുടെ സ്വന്തമായ ഒരു ഐഡൻറ്റിറ്റി ഉള്ളതും അതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ ഈ വർഷം 2026-27 അധ്യയന വർഷത്തിലെ എല്ലാ ക്ലാസ്സുകളുടെയും അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് ജൂൺ 15 എല്ലാ ക്ലാസ്സുകളും ആരംഭിക്കുന്നതാണ്. ഞങ്ങൾക്ക് കോളേജിനോടനുബന്ധിച്ച് തന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യവും എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സിൽ പഠിക്കുന്ന എവിടുന്ന് വരുന്ന കുട്ടികൾക്കും ഒരു ബുദ്ധിമുട്ടും കൂടാതെ കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടുപോകാനും അവയെയും അവരുടെ രക്ഷകർത്താക്കളെയും തൃപ്തരാക്കി കൊണ്ടുപോകാനും ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 56-60 വർഷത്തെ സേവന പാരമ്പര്യമുള്ളൊരു സ്ഥാപനമാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ സാറിൻ്റെ ഫോണിലേക്ക് അഡ്മിഷൻ്റെ എൻക്വയറികൾ ഇങ്ങനെ തുരുതുരാ വന്നുകൊണ്ടിരിക്കുകയാണ്. സേവന പാരമ്പര്യമായിരിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ ടൈമാണല്ലോ. അതെ. +2 റിസൾട്ട് വന്നു. അതെ.
എൻക്വയറി പോലും സാറെ കോൾ അറ്റൻഡ് ചെയ്ത് അതിന് മറുപടി എന്നപ്പോൾ ഞാൻ കൊടുത്തത് അതാണ് കണ്ടത്. അഡ്മിഷൻ എൻക്വയറിയാണ്. അതെ, ഇപ്പം +2 റിസൾട്ട് വന്ന സമയമാണ്. ഓ ശരി. ഇപ്പോഴാണ് ആൾക്കാർ കൂടുതൽ അന്വേഷിക്കുന്നു വരുന്നത്. അപ്പോൾ നമുക്ക് 10ാം ക്ലാസ് ആണോ അതിൻ്റെ +2 ആണ് ഞങ്ങളിവിടെ ഡിപ്ലോമ കോഴ്സുകളും ഡിഗ്രി കോഴ്സുകളും കൊടുക്കുന്നുണ്ട്. ശരി. എല്ലാ ഡിപ്ലോമ കോഴ്സിനും SSLC പാസ്സായാൽ മതി. എല്ലാ ഡിഗ്രി കോഴ്സുകൾക്കും +2 പാസ്സാണ്. എൻ്റെ ഒരു സംശയം, ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ ഈ പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിച്ചാൽ അതിന് ജോലി സാധ്യത എത്രത്തോളം ഉണ്ടാവും? ജോലി സാധ്യത 100% ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ കഴിയും. അതാണല്ലോ നമ്മൾ 56 വർഷമായിട്ട് പ്രവർത്തിക്കുന്നത്. അത് ഈ രംഗത്ത് മാത്രമേ ഉള്ളൂ, അതായത് പാരാമെഡിക്കൽ രംഗത്ത്. ഇവിടെ ദിവസം കഴിയും തോറും ലോകം മുഴുവൻ ജനങ്ങളും ആശുപത്രികളും ഡയഗ്നോസ്റ്റിക് സെൻ്ററുകളും വർദ്ധിച്ച് വരുന്ന അവസ്ഥയാണ്. അങ്ങനെയുള്ള ഒരവസ്ഥ ഈ പാരാമെഡിക്കൽ രംഗത്ത് മാത്രമേ ഉള്ളൂ. മറ്റുള്ള പല കോഴ്സുകളുണ്ട്, IT ഉണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്. ആ മേഖലയൊക്കെ പഠിക്കുന്നതിൽ മിടുക്കന്മാരായ കുറേ പേർക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ ജോലി കിട്ടും. പക്ഷേ ഞങ്ങളുടെ കോഴ്സിൽ പഠിക്കുന്നവരിൽ ഏറ്റവും മിടുക്കന്മാർക്ക് ആദ്യം കിട്ടും, പിന്നെ ബാക്കിയുള്ളവർക്ക് കിട്ടും. പക്ഷെ ഒരു കുട്ടിക്കും ജോലി കിട്ടാത്ത ഒരവസ്ഥയില്ല. ശമ്പളത്തിൽ ഏറ്റക്കുറിച്ചിലൊക്കെ ഉണ്ടാകുമെങ്കിലും ജോലി കിട്ടാത്തൊരവസ്ഥയില്ല. ജോലി കിട്ടിയില്ല എന്നും പറഞ്ഞ് ഒരു കുട്ടിയും ഇവിടെ വന്നിട്ടില്ല. ഓരോ ബാച്ചും കഴിയുമ്പോൾ ഞങ്ങൾ പറഞ്ഞു വിടും, നിങ്ങളുടെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടാൻ വിഷമം വന്നെങ്കിൽ നിങ്ങളുടെ ബയോഡാറ്റയും സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയുമായിട്ട് ഇവിടെ കൊണ്ട് ഏൽപ്പിക്കുക. ജോലി ഞങ്ങൾ ഏർപ്പാടാക്കി തരാം. പിന്നെ ഏതെങ്കിലും ഒരു സ്ഥലം പറഞ്ഞിട്ട് അവിടെ ജോലി മേടിച്ച് തരണമെന്ന് പറഞ്ഞാൽ പറ്റിയൊന്നും വരില്ല. എവിടെ ജോലി കിട്ടിയാലും പോകാൻ തയ്യാറുള്ള കുട്ടികൾക്ക് ജോലി വാങ്ങിക്കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഈ രംഗം ഭംഗിയായിട്ട് പോകുന്നതിൻ്റെ ഒരു കാരണം. ഇപ്പോൾ ഈ അടുത്ത കാലത്താണെങ്കിൽ കുട്ടികൾ +2 കഴിയുമ്പോഴേ ഒരു നല്ല ഭാഗം വിദേശങ്ങളിലേക്ക് ചാടിക്കറി പോയേക്കുകയാണ്. പല ഏജൻസികളും വളരെ മോഹന വാഗ്ദാനം നൽകും. ലക്ഷങ്ങൾ മുടക്കിയിട്ട് ധാരാളം പേര് വിദേശങ്ങളിൽ പോകുന്നുണ്ട്. ചെന്ന് കഴിയുന്നതിൽ ഒരു ന്യൂനപക്ഷത്തിന് മാത്രമേ നല്ല നേട്ടങ്ങൾ ഉണ്ടാവുന്നുള്ളൂ. ഭൂരിപക്ഷവും അവിടെ ചെന്ന് അലയുകയാണ്. പലർക്കും അക്കോമഡേഷൻ കിട്ടുന്നില്ല, പറയുന്ന പോലെ ജോലി കിട്ടുന്നില്ല, പറയുന്ന ജോലി അല്ല കിട്ടുന്നത്. എന്തെങ്കിലും ചെയ്യാൻ തയ്യാറുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും, അതും ഉറപ്പുള്ള കാര്യമല്ല. കുറേ പേരൊക്കെ തിരിച്ചു പോരുന്ന ഒരവസ്ഥയാണ്. ഈ അവസ്ഥയിലാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പണ്ടൊക്കെ ആണെങ്കിൽ +2 കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിട്ട് ആ സർട്ടിഫിക്കറ്റുമായിട്ട് വിദേശത്ത് ജോലി അന്വേഷിക്കാറുള്ളൂ. ഇപ്പോൾ +2 കഴിയുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലും ഒരു വിസ ഏതെങ്കിലും ഒരു ഏജൻസിയിൽ നിന്ന് വാങ്ങിയിട്ട് അടുത്ത ഫ്ലൈറ്റ് കയറി പോയാൽ മതി എന്നൊരു ത്വര നമ്മുടെ ചെറുപ്പക്കാരിൽ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് വരുന്ന ദുരനുഭവം വരും കാലങ്ങളിൽ അവർ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനത്തെ കാലഘട്ടമാണിപ്പോൾ. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഓരോ വർഷം കഴിയുമ്പോഴും 1-2 കുട്ടികൾ കൂടുതൽ വരുന്നതല്ലാതെ കുറയുന്ന ഒരു സംഭവം ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ വർഷം വരെയും ഉണ്ടായിട്ടില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ പൂർത്തിയാക്കി ഇവിടെ നിന്നും കടന്നു പോകുന്ന സ്റ്റുഡൻസിന് പ്ലേസ്മെൻറ്റോടുകൂടി വിവിധ ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യാവുന്നതാണ്. 6 മാസത്തെ ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. അതിനുശേഷം ആണ് കുട്ടികൾക്ക് ഹോസ്പിറ്റലിൽ ജോലിക്ക് പ്രവേശിക്കാവുന്നത്. അതുപോലെ തന്നെ അവരുടെ കരിയറിന് വേണ്ടി ഇവിടെ നിന്നുള്ള പഠനം ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. അതിനുള്ള എല്ലാ ട്രെയിനിങ്ങും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. കുട്ടികളുടെ പഠനം മോർണിംഗ് സെക്ഷൻ തിയറിയും ആഫ്റ്റർനൂണ് അവർക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സുകളുമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ വിദഗ്ധരായ അധ്യാപകരാണ് ഇവിടെ നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് പോയിട്ടുള്ള എല്ലാ ഡിപ്ലോമ സ്റ്റുഡൻസിനും, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഡിപ്ലോമ സ്റ്റുഡൻസിനും ഇതുവരെയും ജോലി കിട്ടിയിട്ടുണ്ട്. ഒരാൾ പോലും ജോലി ഇല്ലാതെ നിൽക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല എന്നെടുത്ത് പറയട്ടെ. അതുപോലെ ഇവിടെ കടന്നു വരുന്ന സ്റ്റുഡൻസിൻ്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും അതോടൊപ്പം മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. എല്ലാ വിധത്തിലുള്ള പഠന സൗകര്യങ്ങളും ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയത്തക്കതായിട്ടുള്ളത്
ഇവിടെ പ്ലേസ്മെൻ്റ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരിക്കൽ കൂടി 2 വർഷത്തെ ട്രെയിനിങ്ങും 2 വർഷത്തെ പഠനത്തിന് ശേഷം അവർക്ക് 6 മാസത്തെ ഇൻറ്റേൺഷിപ്പും കഴിഞ്ഞതിന് ശേഷമാണ് ജോലിയിൽ പ്രവേശിക്കാവുന്നത്. ഭാരത് കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസിൻ്റെ HOD സിന്ധു മാമാണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമുക്ക് പ്രധാനമായിട്ട് ഏതൊക്കെ കോഴ്സുകളാണ് ഇവിടെ ഉള്ളത്? നമുക്കിവിടെ BSc MLT, BSc RIT, BSc OT-AT, BSc ഡയാലിസിസ്, BSc CVT, CSSD, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡിപ്ലോമ കോഴ്സുകൾ നമുക്കിവിടെയുണ്ട്. ശരി. നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്? നമ്മളിവിടെ മെയ് ജൂണിലാണ് നമ്മളിവിടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ വഴിയും അല്ലാതെ നേരിട്ട് കോളേജിൽ വന്നും നമുക്ക് ഈ അഡ്മിഷൻ ഉറപ്പാക്കാം. ശരി. അപ്പോൾ നമുക്ക് ഈ പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ആണ് എല്ലാവരും നോക്കുന്നത്? തീർച്ചയായിട്ടും. പ്ലേസ്മെൻറ്റ് ഇവിടെ നമ്മുടെ ഇന്ത്യക്കകത്തും പുറത്തും അതുപോലെ എല്ലായിടത്തും വേൾഡ് വൈഡ് നമുക്ക് പ്ലേസ്മെൻറ്റ് കിട്ടുന്നുണ്ട്. എല്ലാ കുട്ടികളും ഇത് 2004 തുടങ്ങിയ യൂണിവേഴ്സിറ്റി കോഴ്സുകളിൽ പഠിച്ച കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ അതിനകത്തെ ഒരു 90% കുട്ടികളും പുറത്താണ്. ശരി. ഇന്ത്യക്ക് പുറത്ത് തന്നെയാണ് നല്ല രീതിയിൽ സാലറി മേടിച്ചവർ വർക്ക് ചെയ്യുന്നത്. ശരി. എനിക്ക് തോന്നുന്നു അതിൻ്റെ പ്രധാന കാരണം എക്യുപ്ഡ് ആയിട്ടുള്ള ലാബുകൾ, അതേപോലെ ടീച്ചേഴ്സ് ആണെങ്കിലും ഫാക്കൽറ്റികളാണെങ്കിലും മെഡിക്കലായ ഫാക്കൽറ്റി, അതിൻ്റെയൊക്കെ ആയിരിക്കും കാരണം അല്ലേ? അത് ഒരു വലിയ പോയിന്റ് തന്നെയാണ്. ഒന്ന്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ കോളേജ് 25,000 സ്ക്വയർ ഫീറ്റുള്ള ഏറ്റവും ആധുനിക രീതിയിൽ പണിതീർത്തിട്ടുള്ള കെട്ടിടമാണ് ഞങ്ങൾക്കുള്ളത്. ഒരു 15,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഹോസ്റ്റലും ഞങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട്. ഇതെല്ലാം കൂടി സ്വന്തമായി ഉള്ള അതിന് തക്ക ലൈബ്രറിയും ലബോറട്ടറി സൗകര്യങ്ങളും എക്സ്റേ മെഷീനും ലബോറട്ടറിയിലെ എല്ലാ മെഷീൻസും സ്വന്തമായിട്ടുള്ളത് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അത് അവർ അഹങ്കാരമായിട്ട് പറയല്ല, സത്യം അതാണെന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും. ഞങ്ങളുടെ ഇവിടുത്തെ കോളേജ് കൂടാതെ തന്നെ ഞങ്ങൾക്ക് തൊടുപുഴയിൽ ഒരു ഡയഗ്നോസ്റ്റിക് സെൻ്ററുണ്ട്, പാലായിൽ ഒരു ഡയഗ്നോസ്റ്റിക് സെൻ്ററുണ്ട്, ചേർപ്പങ്കൽ ഒരു ഡയഗ്നോസ്റ്റിക് സെൻ്ററുണ്ട്. ഇങ്ങനെ 3 ഡയഗ്നോസ്റ്റിക് സെൻ്റർ കൂടി ഞങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട്. ഞങ്ങളുടെ കുട്ടികൾക്ക് അവിടെയൊക്കെ പോയി ട്രെയിനിങ് എടുക്കാൻ പറ്റും. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മാത്രമാണ് ഉള്ളത്. മറ്റുള്ള പല സ്ഥാപനവും കുറേ തിയറി പഠിപ്പിച്ചിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ചെയ്തോളാൻ പറഞ്ഞു വിടുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്ലിനിക്കിൽ തന്നെ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, ലബോറട്ടറി ഉണ്ട്, എക്സ്റേ ഉണ്ട്, നെർവ് കണ്ടക്ഷൻ സ്റ്റഡി ഉണ്ട്, അതോടൊപ്പം തന്നെ EEG എടുക്കാനുള്ള സൗകര്യമുണ്ട്. ഇങ്ങനെ പാരാമെഡിക്കൽ രംഗത്തോട് അനുബന്ധിച്ചുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഞങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട്. അതുപോലെ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ആംബുലൻസ് സൗകര്യവുമൊക്കെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ രംഗവും ബോത്ത് തിയറി ആൻഡ് പ്രാക്ടിക്കൽ ഇതെല്ലാം കൊടുക്കാൻ സൗകര്യമുള്ള ഒരു സ്ഥാപനം ഞങ്ങളുടേത് മാത്രമേ ഉള്ളൂ. അതൊരു അഹങ്കാരമായിട്ട് പറയുകയല്ല. ഞാനിപ്പോൾ ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങളുടെ സ്ഥാപനം ആരംഭിച്ചിട്ട് 56 വർഷമായി. ഈ സ്ഥാപനത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഞാൻ എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല, എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല. ഇവിടെ വേണ്ട ഡെവലപ്മെൻറ്റ്സ് ഓരോ വർഷം കഴിയുമ്പോഴും എന്തൊക്കെ മാറ്റം ഇവിടെ കൊണ്ടുവരാം, എന്തൊക്കെ പുതിയ സംരംഭം ഇവിടെ കൊണ്ടുവരാം എന്നുള്ള ആലോചനയാണ് ഞങ്ങളിപ്പോഴും കടന്നു പോകുന്നത്. അങ്ങനെ ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഓരോ പുതിയ കോഴ്സ് ഇങ്ങനെയുള്ള ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പ്രസ്ഥാനം ലാഭേച്ഛ കൂടാതെയാണ് പ്രവർത്തിക്കുന്നത്. ലാഭം ഇല്ലെന്നല്ല, ലാഭമുണ്ട്. ആ ലാഭം ഞങ്ങളുടെ കോളേജിൽ തന്നെയാണ് അത് വിനിയോഗിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ 56 വർഷത്തെ പ്രവർത്തന ഫലമായി കിട്ടിയ നേട്ടം, പ്രയോജനം അതൊന്നും ഒരിടത്തേക്ക് കൊണ്ടുപോയിട്ടില്ല. അത് പൂർണ്ണമായും ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ മാത്രമാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും കൊണ്ടുപോകാൻ കഴിയുന്നത്. അപ്പോൾ അടുത്ത് തന്നെ ഈ 26-27 ആകുമ്പോഴേക്കും ഞങ്ങളൊരു വലിയ ഡെവലപ്മെൻറ്റിലൂടെ പ്ലാൻ ചെയ്ത് വച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ കോളേജിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾ ഒരു 3 ഏക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അവിടേക്ക് ഒരു 4-5 നിലയിലുള്ള ഒരു കെട്ടിടം പതുക്കെ പണി ആരംഭിച്ച് കുറേ കൂടെ പ്രശസ്തമായ രീതിയിൽ പല കോഴ്സുകളും ആരംഭം കുറിക്കാനും
അത് മുന്നോട്ട് ഭംഗിയായിട്ട് കൊണ്ടുപോകാനുമുള്ള യത്നത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ. അത് ഒരു 2 വർഷം കൊണ്ട് അതെല്ലാം പൂർത്തിയാകും എന്നൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അത് കേരളത്തിലെ യുവജനങ്ങൾക്ക് ഒരു വലിയ പ്രയോജനം, ഒരു വലിയ നേട്ടം, ഒരു വലിയ സംഭാവനയായി സമർപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എല്ലാ അനുകൂല ഘടകങ്ങളും ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ 2 വർഷം കൊണ്ട് അത് സാധിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതെല്ലാം സഫലമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഭാരത് കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസിനെ കുറിച്ച് വളരെ വിശദമായ വിവരങ്ങൾ നൽകിയ താങ്കൾക്ക് പ്രത്യേക നന്ദി. അപ്പോൾ നമ്മുടെ ജീവിത വിജയം നേടുവാൻ, ജോലി നേടുവാൻ 100% പറ്റുന്ന കോഴ്സുകളാണ് ഭാരത് കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസിലുള്ളത്. ഇത് കാണുന്നവർ തീർച്ചയായും ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി.